I2I സുനിൽ പെന്തക്കോസ്ത് സഭ തുടങ്ങിയോ? കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു പെന്തക്കോസ്ത് പാസ്റ്ററായെന്നും I2I ന്യൂസ് നിർത്തിയെന്നും തരത്തിലുള്ള ചില പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ കൂടി ചിലർ പ്രചരിപ്പിക്കുന്നത് കണ്ടു. അത് പ്രചരിപ്പിച്ചവർ യാതൊരു കഥയും ഇല്ലാത്തവരായതുകൊണ്ട് തന്നെ ഞാനതിനെ കാര്യമാക്കിയില്ല. എന്നാൽ എന്നോട് അടുത്ത ബന്ധമുള്ളവർ ഇപ്രകാരം ഒരു കാര്യം കേട്ടല്ലോ, എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ചൊരു വിശദീകരണം നൽകിയാൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നുന്നു. യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഞാൻ പെന്തക്കോസ്ത് പാസ്റ്ററാകുകയോ പെന്തക്കോസ്ത് സഭ തുടങ്ങുകയോ ഒന്നുമായിരുന്നില്ല. മറിച്ച് ഞാൻ മൈ ചർച്ച് എന്ന ക്രൈസ്തവ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുകയായിരുന്നു. പ്രേക്ഷകർക്കറിയാമല്ലോ, കഴിഞ്ഞ 5 വർഷക്കാലത്തോളമായി ക്രൈസ്തവ സഭകൾ എന്നവകാശപ്പെടുന്ന പ്രസ്ഥാനങ്ങളിലെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും മ്ലേച്ഛതകളും I2I ന്യൂസ് അനാവരണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തരം പ്രസ്ഥാനങ്ങളെ തുറന്നു കാണിക്കുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുമായിരുന്നു, പിന്നെ ഏതാണ് യഥാർത്ഥ ക്രിസ്തീയ സഭ, ഏതാണ് യഥാർത്ഥ മാർഗം, ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം എന്ന്. പക്ഷെ അപ്പോഴൊന്നും കൃത്യമായ ഒരു മറുപടി കൊടുക്കുവാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ A.V. തോമസ് എന്ന അച്ചായനെ പരിചയപ്പെടുവാൻ ഇടയായതും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുവാൻ ഇടവന്നതും. ഞാൻ I2I ന്യൂസിലൂടെ ക്രൈസ്തവ മേഖലയിലെ കള്ളനാണയങ്ങളെ മൂർച്ചയുള്ള മുനുകൂർത്ത ഭാഷയിൽ പച്ചയ്ക്ക് വിമർശിക്കുമ്പോൾ A.V. തോമസ് അച്ചായൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സൗമ്യമായി ഇവരുടെ വചനവിരുദ്ധമായ പ്രവർത്തനങ്ങളെ, അർത്ഥരാഹിത്യത്തെ തുറന്നു കാട്ടുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ഞങ്ങൾ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ, പല കാര്യങ്ങളും തുറന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യവും മാർഗവും ഏതാണ്ട് ഒരേ ദിശയിലാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചു ഒരേ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇക്കഴിഞ്ഞ 2026 ജനുവരി 26 തിരുവനന്തപുരം ഗോൾഫ് ക്ലബ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ രക്ഷകന്റെ ഗീതം എന്ന പ്രത്യാശാ സംഗമത്തോടെ മൈ ചർച്ചിൻ്റെ ഞങ്ങളുടെ ഒരുമിച്ചുള്ള ആ പ്രയാണത്തിന് തുടക്കം കുറിക്കുന്നത്. അച്ചായൻ വിഭാവനം ചെയ്യുന്ന ആ ലക്ഷ്യങ്ങളാണ് എന്നെ ഏറെ ആകർഷിച്ചതും ഞാനും ഏതാണ്ട് മനസ്സിൽ ആഗ്രഹിച്ച് നടന്നതും ഇതൊക്കെ തന്നെയായിരുന്നു. ലോകമെമ്പാടും പല സഭകളായി ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ യേശു എന്ന ഒരു ഇടയന് കീഴിൽ ഒരൊറ്റ ആട്ടിൻപറ്റമാക്കി തീർക്കുക എന്നതാണ് മൈ ചർച്ചിൻ്റെ മുഖ്യ ലക്ഷ്യം. 2, നമ്മുടെ ഭവനം തന്നെയാണ് നമ്മുടെ ദൈവാലയം എന്നതാണ് അടുത്ത ആശയം. ദൈവത്തെ തേടി പ്രത്യേക ദിവസങ്ങളിൽ വേറെ കേന്ദ്രങ്ങളിലേക്ക് ഓടേണ്ട ആവശ്യമില്ല. നമുക്കും നമ്മുടെ പിതാവാം ദൈവത്തിനുമിടയിൽ വേറെ വേഷം കെട്ടുകാർ, മധ്യസ്ഥന്മാരായി ആരും ഇടനിലക്കാരായി ആവശ്യമില്ല. നമുക്ക് നമ്മുടെ പിതാവിനോട് സംസാരിക്കുവാൻ നേരവും കാലവും നോക്കേണ്ട, പ്രത്യേക സ്ക്രിപ്റ്റ് വേണ്ട, അതിന് പ്രത്യേക ചവിട്ടുനാടക സംവിധാനങ്ങളൊന്നും ആവശ്യമില്ല എന്നതായിരുന്നു അടുത്ത ആശയം. കൂദാശകളെ ആദായമാർഗമാക്കാത്ത, കാണിക്കയും സ്തോത്രകാഴ്ചയും മാസവരിയും ദശാംശവും പിരിവുകളും ഒന്നുമില്ലാത്ത ഒരു സഭ, ഒരു കൂട്ടായ്മ. അതിലെല്ലാം ഉപരി ഇവിടെ ഒരേ ഒരു തിരുമേനിയേ ഉള്ളൂ, അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു മാത്രം. അതുപോലെ ഇവിടെ മറ്റു വലിപ്പച്ചെറുപ്പങ്ങളൊന്നുമില്ല, എല്ലാവരും കർത്താവിൻ്റെ ശിഷ്യഗണങ്ങൾ. ആർക്കും അവരുടെ മതമോ ജാതിയോ ഒന്നും പ്രശ്നമല്ല, ആർക്കും യേശുവിൻ്റെ ശിഷ്യന്മാരാകാം, വചനത്തെ പ്രവൃത്തിപഥത്തിലെത്തിക്കാം. അതുപോലെ മൈ ചർച്ചിൻ്റെ ആപ്തവാക്യം ഇപ്രകാരമാണ്: ഗോസ്പെൽസ് ഇൻടു ആക്ഷൻ. വചനങ്ങൾ പ്രഘോഷിക്കുവാൻ മാത്രമുള്ളതല്ല, പ്രാവർത്തികമാക്കാനുള്ളതാണ് എന്ന്. ദിവസങ്ങളോളം അല്ലെങ്കിൽ മണിക്കൂറുകളോളം പ്രാർത്ഥനാ കേന്ദ്രങ്ങളിൽ പോയി പ്രാർത്ഥനയാണ്, ഉപവാസമാണ്, ധ്യാനമാണ് എന്നും പറഞ്ഞിരിക്കാതെ നിന്റെ ഭവനത്തിലിരുന്ന് നീ വിശുദ്ധ വേദപുസ്തകം വായിച്ചതിന് ശേഷം നിന്റെ കർമ്മം ചെയ്യുക, മറ്റുള്ളവർക്ക് പ്രയോജനം കിട്ടത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഞങ്ങൾ ഒരുമിച്ചു എന്ന് കണ്ടപ്പോൾ സഭകളെന്ന് പറയുന്ന കച്ചവട പ്രസ്ഥാനങ്ങളുടെ അസ്ഥിവാരമിളക്കുന്ന ഈ ആശയം യാഥാർത്ഥ്യമാകുവാൻ പോകുന്നു എന്ന് ഭയന്ന് അന്ന് മുതൽ തുടങ്ങി ഞങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ. ആദ്യം സോഷ്യൽ മീഡിയയിൽ കൂടി അപവാദ പ്രചരണങ്ങൾ ആരംഭിച്ചു. ഞങ്ങളെ ഇല്ലാതാക്കുവാൻ ഈ മതക്കച്ചവടക്കാരന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒന്നിച്ചു. ഇതിലൊന്നും ഞങ്ങൾ കുലുങ്ങുന്നില്ല, കൂസുന്നില്ല എന്ന് കണ്ടപ്പോൾ 1 2 3 കേസുകൾ, അതും ജാമ്യമില്ലാ വകുപ്പുകൾ ചാർത്തി എനിക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തു. പരാതിക്കാർ ആരും തന്നെ ഇല്ലാതെ സുമോട്ടോ കേസാണ് പോലീസ് ഇപ്രകാരം രജിസ്റ്റർ ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സംസ്ഥാനത്തെ പള്ളിക്കച്ചവടക്കാരന്മാരും രാഷ്ട്രീയക്കാരന്മാരും പിണറായിയെ കൊണ്ട് ചെയ്യിച്ചതാണ് ഇതൊക്കെ. ഇവരെ സുഖിപ്പിച്ചു നിർത്തേണ്ടുന്ന ആവശ്യം പിണറായിക്ക് നിലവിലെ സാഹചര്യത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ പോലീസിനെ ഉപയോഗിച്ച് എന്നെ വേട്ടയാടുവാൻ ആരംഭിച്ചു. ആദ്യ കള്ളക്കേസിൽ കോടതി
പരാതിക്കാർ ആരും തന്നെ ഇല്ലാതെ ഇട്ട ആ കേസിൽ വകുപ്പുകൾ അട്രാക്ട് ചെയ്യില്ല എന്ന് ചൂണ്ടിക്കാട്ടി മുൻകൂർ ജാമ്യം അപേക്ഷിച്ചു, ഉപാധികളൊന്നുമില്ലാതെ. ഇവർ കള്ളക്കേസുകൾ എടുപ്പിച്ച് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം ചൂണ്ടിക്കാട്ടി വീണ്ടും ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചു. കോടതി DGPയോടും കമ്മീഷണറോടും ജില്ലാ പോലീസ് മേധാവിയോടും റിപ്പോർട്ട് തേടിയപ്പോൾ നിലവിൽ എനിക്കെതിരെ മറ്റ് കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് റിപ്പോർട്ട് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഉത്തരവ് വന്ന അന്ന് രാത്രി തന്നെ, രാത്രി 12:30-ക്ക് മ്യൂസിയം പോലീസ് വീണ്ടും മുൻപിട്ട അതേ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് എനിക്കെതിരെ അടുത്ത കള്ളക്കേസ് രജിസ്റ്റർ ചെയ്തു. ഈ സമയം ഞാൻ ജനുവരി 26-ന് തിരുവനന്തപുരത്ത് മൈ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ രക്ഷകന്റെ ഗീതം എന്ന പേരിലുള്ള ആ പ്രത്യാശാ സംഗമം നടത്തുവാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. മൂന്നാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തതോടുകൂടി വീണ്ടും മുൻകൂർ ജാമ്യാപേക്ഷ നൽകി എനിക്ക് വീണ്ടും മാറി നിൽക്കേണ്ട ഗതി വന്നു. അതുപോലെ ആദ്യം ഞങ്ങൾ ഈ പരിപാടി യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ നടത്തുവാനാണ് തീരുമാനിച്ചിരുന്നത്. അതിനായി അപേക്ഷ കൊടുത്തു, ഡേറ്റും ബുക്ക് ചെയ്ത് കാത്തിരുന്നു. എന്നാൽ പിന്നീട് പണമടയ്ക്കുവാൻ ചെന്നപ്പോൾ അറിയിച്ചത് ക്രിസ്ത്യൻ സംഗീത പരിപാടിക്ക് ഹാൾ നൽകുവാൻ നിർവാഹമില്ല, വിലക്കുണ്ട്, ഞങ്ങളുടെ പണി പോകും എന്നാണ്. റിസ്ക് എടുക്കേണ്ട എന്ന് കരുതി ഞങ്ങൾ ടാഗോർ തിയേറ്ററിൽ ചെന്നു. ഡേറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് ഡേറ്റും ബുക്ക് ചെയ്ത് അപേക്ഷയും കൊടുത്തു പോകുന്നു. അതിനുശേഷം ഹാളിൻ്റെ ലഭ്യത ഒന്നുകൂടി ഉറപ്പുവരുത്തി ഞങ്ങൾ നഗരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചു, പത്രവാർത്തയും നൽകി കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി തന്നെ ടാഗോർ തിയേറ്ററിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥ എന്നെ വിളിക്കുന്നു. അയ്യോ, ഈ പരിപാടിക്ക് ഹാൾ നൽകുവാൻ സാധ്യമല്ല, എൻ്റെ പണി പോകും, ക്രിസ്ത്യൻ സംഗീത പരിപാടിക്ക് നൽകുവാൻ സാധിക്കില്ല എന്ന്. രാത്രി ഏതാണ്ട് 9 മണിക്കാണ് ഈ വിവരം എന്നോട് പറയുന്നത് എന്നോർക്കണം. ആ രാത്രി തന്നെ ഞാൻ നഗരത്തിലെ മറ്റ് സ്ഥലങ്ങൾ തേടിപ്പോയി. അവസാനം ട്രിവാൻഡ്രം ഗോൾഫ് ക്ലബിൻ്റെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ പണമടച്ച് ബുക്ക് ചെയ്തു. കാര്യങ്ങൾ മുന്നോട്ട് നീക്കി. ഈ പരിപാടി പൊളിക്കുവാൻ, എന്നെ എങ്ങനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുവാൻ പോലീസിന് സമ്മർദ്ദമേറിയപ്പോൾ അവർ എന്നെ അറസ്റ്റ് ചെയ്യുവാനായി എൻ്റെ ഓഫീസിലും വീട്ടിലും രാവും പകലും കയറി ഇറങ്ങി. അയൽപക്കത്തുള്ള വീടുകളിൽ പോലും ഒരു കൊടുങ്കുറ്റവാളിയെ തിരയുന്നത് പോലെ 4-5 വണ്ടികളിലായി പോലീസ് എന്നെ തപ്പി ചെന്നു. പാതിരാത്രിയിലടക്കം അവർ വീട്ടിൽ കയറി ഇറങ്ങി. ഓഫീസിലും പരിസര പ്രദേശങ്ങളിലും വന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ബഹുമാനപ്പെട്ട കോടതിയിൽ ഞാൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. എങ്കിലും പോലീസ് റിപ്പോർട്ട് നൽകാതെ ദിവസങ്ങൾ പാഴാക്കി. എൻ്റെ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോഴാണ് ഈ പോലീസ് വേട്ടയാടൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
കള്ളക്കേസുകൾ തുടർച്ചയായി ചുമത്തി എന്നെ ഒരു സ്ഥിരം കുറ്റവാളിയായി ചിത്രീകരിക്കുവാനാണ് പോലീസ് കോടതിയിൽ ശ്രമിച്ചത്. ഈ വിവരങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി തുടർച്ചയായി ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ എനിക്കെതിരെ കള്ളക്കേസുകൾ ഇടുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. കള്ളക്കേസുകൾ എടുത്ത് എന്നെ ജയിലിൽ അടയ്ക്കുവാനുള്ള സാധ്യത മനസ്സിലാക്കി എനിക്ക് പിന്നീട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറി നിൽക്കേണ്ട അവസ്ഥയുണ്ടായി. അങ്ങനെ മറ്റ് സംസ്ഥാനത്ത് ഒളിവിൽ പോയി നിന്നാണ് രക്ഷകന്റെ ഗീതം എന്ന മൈ ചർച്ചിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള രക്ഷകന്റെ ഗീതം എന്ന ആ ഇവൻ്റ് എനിക്ക് ചെയ്യുവാൻ സാധിച്ചത്. ദൈവകൃപയാൽ ആ പരിപാടി വൻ വിജയമായി തീർന്നു. ഇത്രയും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും പതറാതെ എനിക്ക് സധൈര്യം മുന്നോട്ട് പോകാൻ സാധിച്ചത്, കരുത്തു പകർന്നത് എ.വി. തോമസ് അച്ചായനായിരുന്നു. അറസ്റ്റുണ്ടായി അകത്തു പോകേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായാലും രക്ഷകന്റെ ഗീതം പ്രത്യാശാ സംഗമം ഭംഗിയായി നടക്കുവാനുള്ള സകല ക്രമീകരണങ്ങളും ഞങ്ങൾ ചെയ്തു. 26-ാം തീയതി അടുത്ത കള്ളക്കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റുണ്ടാകുമെന്ന ബോധ്യത്തിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയത്. 25-ാം തീയതി ബഹുമാനപ്പെട്ട കോടതി കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ്റെ ആവശ്യമില്ല, അറസ്റ്റ് ഉണ്ടാകരുത് എന്ന് ഉത്തരവിട്ടു. 2 ദിവസം കനത്ത മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നതോടുകൂടി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ പരിപാടി നടത്തുവാൻ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി ഞങ്ങൾ വീണ്ടും വിഷമത്തിലായി. പക്ഷേ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് ഞങ്ങൾ സധൈര്യം മുന്നോട്ട് പോയി. ദൈവകൃപയാൽ രക്ഷകന്റെ ഗീതം ഇന്ന് വരെ തലസ്ഥാനം കാണാത്ത തരത്തിലുള്ള വലിയൊരു സംഗീത സന്ധ്യയായി മാറി. 1000 പേരെയാണ് ഞങ്ങൾ പരിപാടിക്ക് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ഏതാണ്ട് 2600-ലധികം ആളുകൾ നേരിട്ട് ആ പ്രത്യാശാ സംഗമത്തിനെത്തി. 7000-ലധികം ആളുകൾ ലൈവായി ആ പരിപാടി കാണുകയും ചെയ്തു. വൈകിട്ട് 6 മണി മുതൽ രാത്രി 10 വരെ വന്ന എല്ലാവരും ഭക്തിയാദരപൂർവ്വം ആദ്യോടന്തം ആ പരിപാടിയിൽ പങ്കെടുത്തു. വളരെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സായിരുന്നു അത്. മൈ ചർച്ചിനെ കുറിച്ചുള്ള ഒരു ഹ്രസ്വചിത്രത്തോടെയാണ് ഞങ്ങൾ രക്ഷകന്റെ ഗീതം ആരംഭിച്ചത്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ദൈവനാമത്തിലുള്ള വിശ്വാസം സമാധാനത്തിൻ്റെ സങ്കീർത്തനമാകുന്നു. പ്രളയജലം പോലെ പെരുകുകയും ലോകമാകെ പടരുകയും ചെയ്യുന്ന എണ്ണമറ്റ സഭകളാകട്ടെ പുരോഹിതവർഗത്തിൻ്റെ അധികാര ഗോപുരങ്ങളായി തീരുകയും ചെയ്യുന്നു. മൈ ചർച്ച് മറ്റൊരു സഭയല്ല, ഇത് സ്നേഹത്തിൻ്റെ ദേവാലയമാണ്. ഇവിടെ സ്നേഹത്തിൻ്റെ അൾത്താരയിൽ കാരുണ്യത്തിൻ്റെ മെഴുകുതിരികൾ മാത്രം മിഴി തുറക്കുന്നു. പുരോഹിതന്മാരുടെ പ്രഘോഷണങ്ങൾക്ക് പകരം ദയയുടെയും കാരുണ്യത്തിൻ്റെയും പ്രവൃത്തി കൊണ്ട് ഓരോ ഭവനത്തെയും ദൈവത്തിൻ്റെ ആലയമാക്കി തീർക്കുന്ന വിശുദ്ധമായ പരിവർത്തനമാണ് മൈ ചർച്ചിൻ്റെ ലക്ഷ്യം. വൈദികരും തിരുമേനിമാരുമില്ലാത്ത ഈ സ്നേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ ക്രിസ്തു എന്ന ഏക ശരീരം മാത്രമേ ഉള്ളൂ. വചനങ്ങളെ നന്മയുടെ പ്രവൃത്തികളിലേക്ക് പരിവർത്തനം ചെയ്യുകയും പ്രാർത്ഥനകളെ നല്ല ശമരിയക്കാരൻ്റെ ഇടയവേദിയിലേക്ക് പകർത്തുകയും ചെയ്യുകയാണ് മൈ ചർച്ച് എന്ന ഈ സ്നേഹ സംരംഭത്തിൻ്റെ ലക്ഷ്യം. ലോകമെങ്ങുമുള്ള വിശ്വാസി സമൂഹം വേദപുസ്തകത്തിലെ വിശുദ്ധ വചനങ്ങളുടെ അർത്ഥം കണ്ടെത്തുകയും മൈ ചർച്ചിന്റെ പ്രവൃത്തികളിൽ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം തിരിച്ചറിയുകയും ചെയ്യുന്നത് കൊണ്ടാണ് എ.വി. തോമസ് എന്ന ദീർഘദർശിയും വിപ്ലവകാരിയുമായ വിശ്വാസിയുടെ മൈ ചർച്ച് എന്ന സങ്കല്പത്തിന് ഇന്ന് ലോകം മുഴുവൻ പ്രചാരമേറുന്നത്. മൈ ചർച്ചിന് പുരോഹിത വേഷമണിഞ്ഞ പ്രഘോഷകരോ അരമനകളിൽ വാഴുന്ന തിരുമേനിമാരോ ഇല്ലാതിരിക്കുന്നത് ക്രിസ്തു ജനിച്ചതും ജീവിച്ചതും കുരിശിൽ മരിച്ചതും പുനരുത്ഥാനം ചെയ്തതും യഥാർത്ഥ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമായിരുന്നു എന്നതുകൊണ്ടാണ്. മൈ ചർച്ചിന്റെ സഭ സ്നേഹത്തിന്റെ സഭയും ദേവാലയം നന്മയുള്ള പ്രവൃത്തികളുടെ ഹൃദയാലയവുമാകുന്നു. തിരുവനന്തപുരത്ത് മൈ ചർച്ചിന്റെ 2026 ജീവകാരുണ്യ സേവന പദ്ധതികൾക്ക് രക്ഷകന്റെ ഗീതം പ്രത്യാശാ സംഗീത സംഗമത്തോടെ തുടക്കമാവുകയാണ്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സയ്ക്കായി എത്തുന്ന കുഞ്ഞുങ്ങൾക്കും
അവർക്കൊപ്പമെത്തുന്ന രക്ഷിതാക്കൾക്കും സൗജന്യമായി താമസിക്കുന്നതിനും ചികിത്സ പൂർത്തിയാക്കി മടങ്ങുന്നതിനും സൗകര്യമൊരുക്കുന്ന മൈ ഹോം, വൃക്കരോഗ ചികിത്സയുടെ ഭാഗമായി സൗജന്യ ശസ്ത്രക്രിയാ സൗകര്യം നൽകുന്ന കാരുണ്യ പദ്ധതി എന്നിവ ഉൾപ്പെടെയുള്ള സേവന പ്രവൃത്തികൾക്കാണ് ഇന്ന് ഔപചാരികമായ തുടക്കമാകുന്നത്. ദൈവത്തിന്റെ രൂപം തിരയേണ്ടത് സഭകളുടെ കോൺക്രീറ്റ് നിർമ്മിതികളിലോ സമ്പന്നരുടെ സുഖവാസ മന്ദിരങ്ങളിലോ അല്ല, പിന്നെയോ അത് നല്ല ശമരിയക്കാരുടെ ഹൃദയങ്ങളിലാകുന്നു എന്ന് തിരിച്ചറിയുക. കർത്താവായ ഇടയന്റെ അനുസരണാശീലമുള്ള ആട്ടിൻ പറ്റങ്ങൾക്ക് ഒരു കാലത്തും മുട്ടുണ്ടാവുകയില്ലെന്ന് അനുഭവത്തിലൂടെ അറിയുക. സ്നേഹം കൊണ്ട് ദൈവത്തെ തിരയുകയും ദയ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ഇന്ദ്രിയ ജയം കൊണ്ട് ദൈവത്തെ കണ്ടെത്തുകയും ചെയ്യുക. അതാണ് മൈ ചർച്ചിന്റെ പ്രാർത്ഥനയും പ്രതിജ്ഞയും പ്രവർത്തനവാക്യവും. എന്റെ ഭവനമാണ് എന്റെ ആലയം എന്ന് ഓരോരുത്തരും വിശ്വസിക്കുകയും അവിടെ നന്മയുള്ള പ്രവൃത്തികൾ കൊണ്ട് കർത്താവിനെ ആരാധിക്കുകയും കാരുണ്യത്താൽ അന്യരുടെ കണ്ണീരൊപ്പുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് അടുക്കുകയും കർത്താവിന്റെ സ്വന്തം സഭയെ ആശ്ലേഷിക്കുകയും ചെയ്യുന്നു. വചനപ്രഘോഷണങ്ങൾക്കൊപ്പം പ്രവൃത്തിയെ പ്രാർത്ഥനയാക്കുകയും സ്വന്തം ഹൃദയത്തെയും ഭവനത്തെയും നാഥന്റെ ഇരിപ്പിടമാക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ യഥാർത്ഥ വചനം വായിച്ചു തുടങ്ങുന്നു, രക്ഷകന്റെ ഗീതം കേട്ടു തുടങ്ങുന്നു. തുടർന്ന് മൈ ചർച്ചിന്റെ സ്ഥാപകൻ എ.വി. തോമസ് അച്ചാനെ കുറിച്ചുള്ള ഒരു ചെറിയ ഓഡിയോ വിഷ്വൽ. വചനങ്ങളുടെ വിശുദ്ധി ചിന്തയിലും ജീവിതത്തിലും കാത്തുപോകുന്ന ആശാൻ പറമ്പിൽ വർഗീസ് തോമസ് എന്ന എ.വി. തോമസിന്റെ ജീവിതകഥയിൽ ഉടനീളമുണ്ട് വെളിപാടുകളുടെ നിത്യവിശുദ്ധിയും ദീർഘദൃശ്യായ ഒരു പോരാളിയുടെ കർമ്മധീരതയും. ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളിയിലെ കാർഷിക കുടുംബത്തിൽ വർഗീസ് കുഞ്ഞമ്മ ദമ്പതികളുടെ 4ാമത്തെ മകനായി പിറന്ന എ.വി. തോമസ് നാട്ടിൽ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദം കരസ്ഥമാക്കുകയും ചെയ്തു. തുടർന്ന് ഡൽഹിയിൽ നിന്ന് ബിസിനസ് മാനേജ്മെന്റിൽ ഉന്നത ബിരുദം. ബ്രിട്ടീഷ് സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച അച്ഛന്റെ രക്തത്തിലെ പോരാട്ട വീര്യം പകർന്നു കിട്ടിയ പുത്രന്റെ ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥനായിട്ടായിരുന്നു. 1965-ലും 71-ലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുന്നണിയിൽ മാതൃരാജ്യത്തിനായി ധീരസേവനമനുഷ്ഠിച്ച എ.വി. തോമസ് വ്യോമസേനയിലെ ഔദ്യോഗിക കാലയളവിന് ശേഷം മാനേജ്മെന്റ് കൺസൾട്ടന്റ് എന്ന നിലയിൽ പേരെടുത്തു. പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ CEO ആയി സേവനമനുഷ്ഠിച്ച അദ്ദേഹം പിന്നീട് ബംഗളൂരുവിൽ ബഥൈൽ പ്രോഡക്ട്സ് എന്ന പേരിൽ സ്വന്തം വ്യവസായ സ്ഥാപനത്തിന് തുടക്കമിട്ടു. വിരൽ തൊട്ട മേഖലകളിലെല്ലാം അഭിമാനാർഹമായ വിജയങ്ങളുടെ സുവർണ മുദ്ര ചാർത്തുമ്പോഴും വേദപുസ്തക വചനങ്ങൾ വെളിപ്പെടുത്തുന്ന യഥാർത്ഥ സത്യത്തിൻ്റെയും യഥാർത്ഥ വിശ്വാസത്തിൻ്റെയും വെളിച്ചത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു എ.വി. തോമസിൻ്റെ ജീവിതം. കുടുംബസ്ഥനായും സൈനിക ഉദ്യോഗസ്ഥനായും മാനേജ്മെന്റ് വിദഗ്ധനായും വ്യവസായിയായും പ്രതിഭയുടെയും പ്രയത്നത്തിൻ്റെയും കയ്യൊപ്പ് ചാർത്തിയ എ.വി. തോമസിൻ്റെ കർമ്മകാണ്ഡം ഈ 85-ാം വയസ്സിലും തിരക്കും തിളക്കമുള്ളതും ആയിത്തീരുന്നത് വചനങ്ങളുടെ സത്യം തെളിച്ച വീഥിയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട്. യോദ്ധാവിൻ്റെ ധീരതയും വീര്യവും പാരമ്പര്യമായി പകർന്നു കിട്ടിയ തനിക്ക് ഈ നിയോഗവേളയിലെ ദൗത്യം വിശുദ്ധ വേദപുസ്തകം പ്രവചിക്കുന്ന അന്ത്യകാല സൈന്യത്തിൻ്റെ യോദ്ധാവായി നയിക്കുക എന്നതാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ആ ദർശനത്തിൽ നിന്നാണ് മൈ ചർച്ച് എന്ന നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പിറവിയും മുന്നേറ്റവും. സഫലവും സാർത്ഥകവുമായ ജീവിതത്തിൽ എ.വി. തോമസ് മറിയാമ്മ ദമ്പതികൾക്ക് 3 മക്കൾ. ഇന്റർനാഷണൽ പൈലറ്റായി സേവനമനുഷ്ഠിക്കുന്ന ക്യാപ്റ്റൻ സാം തോമസ്, ഷാർജയിൽ സേവനമനുഷ്ഠിക്കുന്ന ENT സർജൻ ഡോക്ടർ റെബേക്ക തോമസ്, ബംഗളൂരുവിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ സാക് തോമസ്. രക്ഷകന്റെ ഗീതം പ്രത്യാശാ സംഗീത സംഗമത്തിനും മൈ ചർച്ചിന്റെ ഈ വർഷത്തെ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്കും ഭദ്രദീപം തെളിച്ച് തുടക്കം കുറിക്കുന്നതിനായി ശ്രീ എ.വി. തോമസിനെ ആദരപൂർവ്വം, അഭിമാനപൂർവ്വം, ആഹ്ലാദപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ന്റെ പ്രതീകമായി പരിപാടിക്കെത്തിയ 25 കുഞ്ഞുങ്ങളും അച്ചാനും ചേർന്നാണ് തിരികൊളുത്തി പ്രത്യാശാ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്.
പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, തലസ്ഥാന നഗരിയിൽ ഇതുപോലെ മനോഹരമായ ഒരു ഫംഗ്ഷൻ നടത്താൻ ഇടയാക്കി തന്ന കർത്താവിന് സ്തോത്രം. നിങ്ങളെ ക്ഷണിച്ചത് വാസ്തവത്തിൽ ആരാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? യേശു പറഞ്ഞു, എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും എൻ്റെ അടുക്കിലേക്ക് വരികയില്ല. അപ്പം നിങ്ങളെല്ലാവരും വന്നത് നിങ്ങളുടെ പിതാവായ ദൈവം ആകർഷിച്ചിട്ടാണ്. അതുകൊണ്ടാണ് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു സന്തോഷത്തിൻ്റെ പ്രതീതി നിലനിൽക്കുന്നത്. ഈ സന്ദർഭത്തിൽ 3 സംഗതികൾ നിങ്ങളെ ഓർപ്പിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1, യേശു പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല അതെന്താണെന്ന്. യേശു തമ്പുരാൻ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് എങ്ങനെയാണെന്ന് വെച്ചിരുന്നാൽ, കുരിശിൽ ഞാൻ യാഗമായി തീർന്നപ്പോൾ സകല പാപങ്ങളും, നമ്മളെല്ലാവരും ചെയ്ത സകല പാപങ്ങളും കർത്താവ് ന്യൂട്രലൈസ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഹാ മരണമേ നിന്റെ ജയം എവിടെ? ഹാ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണം എന്ന് പറയുന്നതിൻ്റെ എല്ലാ ജയത്തിൻ്റെ കാരണം നമ്മൾ ചെയ്യുന്ന പാപമാണ്. അതുകൊണ്ട് ദൈവം ഒരു കാര്യം ആഗ്രഹിക്കുന്നു, നമ്മൾ പാപം ചെയ്യരുത്. ഒരു ദുഷ്പ്രവൃത്തിയിൽ പിടിക്കപ്പെട്ട പെൺകുട്ടി, എല്ലാവരും വിചാരിച്ചു അവളെ കല്ലെറിഞ്ഞ് കൊല്ലുമെന്ന്. യേശു തമ്പുരാൻ പറഞ്ഞു, എങ്ങനെയാ? അങ്ങനെ മോശയുടെ നിയമം പറയുന്നുണ്ട്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അവളെ കല്ലെറിഞ്ഞ് കൊല്ല്, ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷെ ഒരു കാര്യം, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ആദ്യം കല്ലെറിയട്ടെ. അങ്ങനെ നോക്കിയപ്പോൾ ഒരൊറ്റ കുഞ്ഞ് അവിടെ ഇല്ലായിരുന്നു. 10-30 ചെറുപ്പക്കാരുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ അന്നേരത്തെ ഒരു സംഗതി ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചിരുന്നാൽ, ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും യേശു എഴുതി. എവിടെ? മണ്ണിൽ വിരൽ കൊണ്ട് എഴുതി. എന്താണ് എഴുതിയത്? നമ്മൾ ചുമ്മാ എന്താണെന്ന് എഴുതി വെച്ചങ്ങ് പോയാൽ പോരാ, ദൈവത്തോട് തന്നെ ചോദിക്കണം, കർത്താവേ അവിടുന്ന് എന്താണ് എഴുതിയത്? അന്നേരം നിങ്ങളുടെ മനസ്സിനകത്ത് ദൈവം തമ്പുരാൻ കാണിച്ചു തരിക. എന്താണെന്നറിയോ? ആ 30 പേരോളം അവിടെ നിന്നവരിൽ മിക്കവരും അല്ല 100% ആൾക്കാരും ആ പെൺകുട്ടിയെടുക്ക പാപം ചെയ്തവരാണ്. അപ്പോൾ യേശു തമ്പുരാൻ ഒരാളുടെ പേരെഴുതി, അവനത് വായിച്ചിട്ട് നേരെ ഓടിക്കളഞ്ഞു. രണ്ടാമത് എഴുതി, അവനും ഓടി. ഒടുക്കം വന്നപ്പോൾ യേശു തമ്പുരാനും ആ പെണ്ണും മാത്രമായി. അവളോട് ആ പറഞ്ഞ വാക്ക്, നിന്നെ ആരും ശിക്ഷിച്ചില്ലയോ? ഇല്ല, ഞാനും ശിക്ഷിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം, സിൻ നോ മോർ, അതിൻ്റെ പ്രതിധ്വനി നമ്മളിവിടെ കേൾക്കണം. സിൻ നോ മോർ, പാപം ചെയ്യരുത്. യേശു തമ്പുരാൻ വേറൊരു കാര്യം പറഞ്ഞതാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പോൾ അവിടെ എന്താണ് പ്രധാനപ്പെട്ട സംഗതി? പാപം ചെയ്യുകയാണെങ്കിൽ പാതാള ഗോപുരം ജയിക്കും.
അപ്പോൾ മൈ ചർച്ച് അല്ലെങ്കിൽ എൻ്റെ സഭ എന്ന് പറയുന്നത് യേശു തമ്പുരാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഫൗണ്ടേഷൻ, അതിൻ്റെ മൂലക്കല്ല്, അതിൻ്റെ കല്ലുകൾ ഇത് നമ്മളൊന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂലക്കല്ലെന്ന് പറഞ്ഞാൽ ക്രിസ്തു യേശുവാണ്. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിരുന്നാൽ 12 അപ്പോസ്തലന്മാരാണ്. പിന്നെ ബാക്കി ഭിത്തി കെട്ടുന്ന കല്ലുകളാരാ? ലിവിങ് സ്റ്റോൺ, ഈ ഇരിക്കുന്ന നിങ്ങളാണ്. ഇത് ദൈവം നമ്മളോട് പഠിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിരുന്നാൽ വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കുകയും പണം സമ്പാദിക്കുകയും അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതല്ല എൻ്റെ പ്ലാൻ. മൈ ചർച്ച് ഈസ് വെരി സിമ്പിൾ. അവിടെ സ്നേഹവും സന്തോഷവും സമാധാനവും നിലനിൽക്കണം. പിന്നെ അവിടെ വേല ചെയ്യാതെ ആർക്കും തിന്നാനൊക്കത്തില്ല. പിന്നെ വിശുദ്ധി ഇല്ലാത്തവരെങ്ങനെയാണ് ദൈവത്തെ കാണുന്നത്? വിശുദ്ധി ആവശ്യമാണ്. ഇതൊക്കെയാണ് മൈ ചർച്ചിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഇത് കൂടാതെ യേശു തമ്പുരാൻ പറഞ്ഞു, സകല അധികാരവും, ഉയർത്തെഴുന്നേറ്റ് യേശു സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളോട് പറഞ്ഞു, സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവരെയും സ്നാനം കഴിപ്പിച്ചു കൊള്ളുക. എല്ലാവരെയും ഞാൻ ഉപദേശിച്ചതുപോലെ സുവിശേഷം അറിയിക്കുക. ഞാൻ ഉപദേശിച്ചു പറഞ്ഞാൽ എന്താ? ഇപ്പം നിങ്ങൾ കേൾക്കുന്ന ഒന്നും അല്ല. യേശു തമ്പുരാൻ പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതുപോലെ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം എന്താ വെച്ചിരുന്നാൽ, എൻ്റെ ഭാരം ലഘുവും എൻ്റെ നുകം മൃദുവുമാകുന്നു, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവീൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് എന്താണെന്നറിയോ? നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി ഈസ് നോട്ട് സാറ്റിസ്ഫാക്ടറി. ഇങ്ങനെയല്ല ദൈവത്തെ സ്നേഹിക്കേണ്ടത്. ദൈവത്തെ സ്നേഹിക്കുന്നത് നമ്മൾ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും ദൈവത്തെ സ്നേഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിനുവേണ്ടിയാണ് നമ്മളെ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചത്. അപ്പോൾ അവിടെ ഒരു കാര്യം എടുത്തു പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളെല്ലാവരെയും എൻ്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളുവീൻ. ഡിസൈപ്പിൾഷിപ്പ്, അതാണ് വേറൊന്ന്. പിന്നെ ദൈവം തമ്പുരാൻ പറഞ്ഞത്, നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന സംഗതി എന്താണെന്ന് വെച്ചിരുന്നാൽ, യേശു ഇപ്പോൾ ഉള്ള മാതിരി ഇപ്പോൾ ഏകദേശം 45,000 സഭകളുണ്ട്. യേശു അങ്ങനത്തെ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ട് പോലും ഇല്ല. യേശു ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിരുന്നാൽ, ഒരാട്ടുകൂട്ടവും ഒരിടയിലും. ആ ആട്ടുകൂട്ടം എന്ന് പറഞ്ഞിരുന്നാൽ അതിനകത്ത് ദൈവത്തിൻ്റെ സകല മക്കളും പെടും. ആ ആട്ടുകൂട്ടത്തെ നയിക്കാൻ ദൈവത്തിന് വലിയ താല്പര്യമാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന പോയിൻ്റ് എന്താ വെച്ചിരുന്നാൽ, നിങ്ങൾ ദൈവത്തോട് കുറേ കൂടെ അടുക്കണം, കുറേ കൂടെ നിങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കണം. സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ ചുമ്മാ വാഗൊണ്ട് പറഞ്ഞാൽ പോരാ. അവൻ്റെ പ്രയാസം എന്താണെങ്കിലും ശരി, വി മസ്റ്റ് ഷെയർ ഇറ്റ്. മൈ ചർച്ചിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ എല്ലാവരും സഹോദരങ്ങളെ പോലെ വർത്തിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ ദിവസം ഇത്ര മനോഹരമായി തീർത്തു തന്ന ദൈവത്തിൻ്റെ സ്തോത്രം. ഇതിനകത്ത് അല്പമായോ അധികമായോ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു എന്നല്ല. ഞാൻ സുവിശേഷകനാണ്, ഞാൻ അഭിനന്ദിക്കാനല്ല നടക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കർത്താവ് തൃക്കൈ നീട്ടി അനുഗ്രഹിക്കും. അത് നിങ്ങൾക്ക് പ്രകടമാകും. അതിന് ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. അപ്പോൾ സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് എല്ലാവരും മനസ്സ് ഒന്നൊരുക്കി ദൈവത്തെ നേരിട്ടൊന്ന് കണ്ടാട്ടെ. ഞാൻ ഒരു ചെറിയ പ്രാർത്ഥന. കർത്താവേ, കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, സ്തോത്രം. കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അവരെ എല്ലാ വിധത്തിലും കർത്താവ് സഹായിച്ചതിനായിട്ട് സ്തോത്രം. ദൂരെയും ചാരയും ഇരിക്കുന്ന ഓരോ ആൾക്കാരെയും കർത്താവ് അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
വീണ്ടും കർത്താവെ കൂടി വരുവോളം അവിടുത്തെ തൃക്കരങ്ങളിൽ അവരെ എല്ലാം പരിപാലിക്കണമേ. അവരുടെ സകലവിധമായ ആവശ്യങ്ങളും കർത്താവ് തൃക്കൈ നീട്ടി അനുഗ്രഹിച്ച് സൊല്യൂഷൻ കണ്ടുപിടിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവരും ആമേൻ പറയണം കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഞങ്ങൾ പ്രസിദ്ധീകരണം ആരംഭിച്ച സത്യപ്രഭ ന്യൂസിൻ്റെ പ്രകാശനം നടന്നു. മുൻ അക്കൗണ്ടന്റ് ജനറൽ രാജൻ പണിക്കർ സാറിന് ആദ്യ കോപ്പി നൽകി തോമസ് അച്ചായൻ പ്രകാശനം നിർവഹിച്ചു. സത്യപ്രഭയുടെ ആദ്യ പതിപ്പ് തീർച്ചയായിട്ടും ശ്രീ രാജൻ പണിക്കർ IAS അവർക്ക് നൽകിക്കൊണ്ട് ശ്രീ AV തോമസ് പ്രകാശന കർമ്മം നിർവഹിക്കാൻ പോകുന്ന മുഖത്തിലേക്കാണ് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. നല്ലൊരു കൈയിടിയൊക്കെ നൽകിക്കൊണ്ട് ലെറ്റ്സ് ബി എ പാർട്ട് ഓഫ് ദിസ് ബ്യൂട്ടിഫുൾ മൊമെന്റ് ഓൺ സ്റ്റേജ് പ്ലീസ്. KG മാർക്കോസിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഓഡിയോ വിഷ്വലോടുകൂടി സംഗീത സന്ധ്യ ആരംഭിച്ചു. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക. ആലാപനത്തിൽ അനുഗ്രഹീതമായ വിശുദ്ധനാദം കൊണ്ട് സംഗീതാസ്വാദകരുടെ മനസ്സിൽ സിംഹാസനം ഉറപ്പിച്ച ദേവഗായകൻ. ചലച്ചിത്രങ്ങളിലും ക്രൈസ്തവ ഭക്തിഗാന ആൽബങ്ങളിലുമായി 10,000-ലധികം പാട്ടുകൾ കൊണ്ട് ലോകമെങ്ങും ആരാധകരെ മാന്ത്രിക സ്വരത്താൽ കീഴടക്കുന്ന KG മാർക്കോസ് എന്ന ഗായകന് ദേവഗായകൻ എന്ന ആസ്വാദകർ നൽകിയ പേര് തന്നെയാണ് ഏറ്റവും അർത്ഥപൂർണമായ വിശേഷണം. കാരണം സ്വരമാധുര്യത്തിനപ്പുറം ഒരു ദിവ്യ സങ്കീർത്തനത്തിന്റെ വിശുദ്ധിയാൽ അനുഗ്രഹിക്കപ്പെട്ടതാണ് ആ ദേവസ്വരം. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. 1979-80 ശ്രീ ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത കേൾക്കാത്ത ശബ്ദം എന്ന ചിത്രത്തിലെ കന്നിപ്പൂമാനം കണ്ണും നട്ട് ഞാൻ എന്ന ഗാനത്തിലൂടെ പിന്നണി ഗാനരംഗത്തെത്തിയ KG മാർക്കോസിന്റെ പാട്ടുകൾക്കായി പിന്നീട് ചലച്ചിത്ര ലോകമാകെ കാതും നട്ടിരിക്കുകയായിരുന്നു. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എന്റെ മനസ്സിൽ തൈമണി തെന്നലായി പുൽകാൻ നീ വന്നു. സിനിമാ ഗാനങ്ങൾക്കൊപ്പമോ അതിലും അധികമോ ആസ്വാദകരെ നേടിയവയാണ് KG മാർക്കോസ് വിശ്വാസികൾക്ക് സമ്മാനിച്ച രക്ഷകന്റെ ഗീതങ്ങൾ ഓരോന്നും. വ്യത്യസ്തമായ സ്വരവും ആഴമാർന്ന ആലാപന ശൈലിയും ഭക്തിഗാന ആൽബങ്ങളിൽ നിറയുന്ന ദൈവികതയുടെ വിശുദ്ധിയും കൊണ്ട് ഇന്ന് രക്ഷകന്റെ ഗീതം പ്രത്യാശാ സംഗീത സംഗമത്തിന് നേതൃത്വം നൽകുവാനെത്തിയ ശ്രീ KG മാർക്കോസിന് സംഗീത രംഗത്തെ അദ്ദേഹത്തിൻ്റെ നിസ്തുല സംഭാവനകൾ മാനിച്ച് മൈ ചർച്ച് ഇന്ന് സമഗ്ര സംഭാവന പുരസ്കാരം സമർപ്പിച്ച് ആദരിക്കുന്നുണ്ട്. മലയാളത്തിൻ്റെ സുഹൃതമായ ആ മഹാഗായകനെ മൈ ചർച്ച് രക്ഷകന്റെ ഗീതം വേദിയിലേക്ക് നിറഞ്ഞ കയ്യടിയോടെ സ്വാഗതം ചെയ്യാം. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യദീപമാർഗമാണു ദൈവം. തുടർന്ന് പ്രശസ്ത പിന്നണി ഗായകൻ KG മാർക്കോസിന്റെ നേതൃത്വത്തിൽ 3 മണിക്കൂർ രക്ഷകന്റെ ഗീതം സംഗീത സന്ധ്യ നടന്നു. റോയ് പുത്തൂർ, മിഥില മൈക്കിൾ, ശ്രേയ അന്ന ജോസഫ് എന്നിവരും ഗാനങ്ങൾ ആലപിച്ചു. ഗിറ്റാർ മാന്ത്രികൻ സുമേഷ് കുട്ടിക്കലിന്റെ നേതൃത്വത്തിൽ ഫ്യൂഷൻ മ്യൂസിക്കും പ്രേക്ഷകർക്ക് നവ്യാനുഭവമായി മാറി. വേദിയിൽ മലയാള ഗാനശാഖയ്ക്ക് KG മാർക്കോസ് നൽകിയ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്ത് അദ്ദേഹത്തെ മൈ ചർച്ച് ആദരിച്ചു. തുടർന്ന് ഗാനസന്ധ്യയിൽ പങ്കെടുത്തവർക്കും ഉപകാരങ്ങൾ നൽകി ആദരിച്ചു. കൃത്യം 10 മണിയോടുകൂടി ദേശീയഗാനത്തോടെ രക്ഷകന്റെ ഗീതം അവസാനിച്ചു മംഗളമായി. ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മൈ ചർച്ചിൻ്റെ ചാനൽ എല്ലാവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറക്കേണ്ട, മൈ ചർച്ച് രക്ഷകന്റെ ഗീതം പ്രത്യാശാ സംഗീത സംഗമം മൈ ചർച്ച് ചാനലിൽ മറക്കാതെ കാണുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.